കോടതിയിൽ നിങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇങ്ങനെ ഞാൻ ചോദിച്ച മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ കറുത്ത മുഖംമൂടിയും കൈവിലങ്ങും അണിയിച്ച് പോലീസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊലക്കേസ് പ്രതികളെയോ തീവ്രവാദികളെയോ അല്ല, തൃശ്ശൂരിലെ KSU നേതാക്കളെയാണ്. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന്, അതായത് SFIയും KSUവും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെയാണ് ഈ രീതിയിൽ വടക്കാഞ്ചേരി പോലീസ് കോടതിയിലെത്തിച്ചത്. ഇന്നലെയാണ് മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കോടതിയിലേക്ക് കറുത്ത മുഖംമൂടിയുമായി കൊണ്ടുവന്നത്. അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി പ്രതികളുമായി എത്തിയ വടക്കാഞ്ചേരി SI ഹസീനാരോട് വിശദീകരണം തേടിയിരുന്നു. തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ പരാതിക്കാർ FIR-ൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ തൃശൂർ വടക്കാഞ്ചേരിയിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വടക്കാഞ്ചേരി ടൗണിൽ KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. അതിനിടെ SHO ഷാജഹാന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ സമീപ ദിവസങ്ങളിൽ ഈ പോലീസുകാർക്കെതിരായിട്ടുള്ള പല പരാതികളും ഉയർന്നു വരുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ചുള്ള, അതായത് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ ഇവിടെ ഈ തൃശ്ശൂരിൽ സംഭവിച്ചത് ഒരു അസാധാരണമായ നടപടിയാണ്. നമ്മൾ സാധാരണ തീവ്രവാദ കേസ് പ്രതികളെ അല്ലെങ്കിൽ കൊലക്കേസ് പ്രതികളെയൊക്കെ ഇങ്ങനെ തെളിവെടുപ്പിന് വേണ്ടിയും തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയൊക്കെ സമാനമായ രീതിയിൽ കറുത്ത മുഖംമൂടി ധരിച്ച് കോടതിയിലേക്ക് എത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന്, പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത 3 പേരെ, അത് 3 വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ എന്തിനാണ് ഈ രീതിയിൽ ഒരു മുഖംമൂടിയൊക്കെ ധരിപ്പിച്ച് കോടതിയിലേക്ക് എത്തിച്ചത്? പോലീസ് എന്താണ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? മാത്രമല്ല, കോടതിയുടെ ശക്തമായ ഇടപെടലും ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ രീതിയിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ടോം, ഈ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചിട്ടാണ്, റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതിയാണ് SFI പ്രവർത്തകരും KSUക്കാരും തമ്മിൽ തല്ലുണ്ടാകുന്നത്. ഇതിനിടയിൽ SFI പ്രവർത്തകരുടെ ബൈക്ക് തടഞ്ഞു നിർത്തി അവരെ മർദ്ദിച്ചു. അതുപോലെ അവരുടെ മൊബൈൽ ഫോണും 8,000 രൂപയും തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു KSU പ്രവർത്തകർക്കെതിരെ കേസ് ചാർജ് ചെയ്തത്. കൊലക്കുറ്റത്തിനായിരുന്നു KSU പ്രവർത്തകർക്കെതിരെ കേസ് ചാർജ് ചെയ്തത്. തുടർന്ന് ഇവരെ കൊയിലാണ്ടിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. കൊയിലാണ്ടിയിൽ നിന്ന് കസ്റ്റഡിയിലെത്തി എടുത്ത് വടക്കാഞ്ചേരി SHOയുടെ നേതൃത്വത്തിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഇത്ര വലിയ, അതായത് ഇത്ര കേരളമൊട്ടാകെ ഈ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് ആ ഒരു കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കിയ ഒരു സാഹചര്യം ഉണ്ടായത്. വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ് ഇവരുടെ മുഖം മറച്ച്, അതായത് കറുത്ത തുണിയിട്ട് മുഖം മൂടിയിട്ട് തീവ്രവാദികളെ കൊണ്ടുവരുന്നത് പോലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോയത്. ആ ഒരു സാഹചര്യം വലിയ വിമർശനമാണ് അവർക്ക് നേരെ, പോലീസുകാർക്ക് നേരെ ഉയരുന്നത്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനങ്ങൾ പോലീസ് നേരിടുന്ന സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഈ കുന്നംകുളം നേരത്തെ ശുചിത്വമായി ബന്ധപ്പെട്ട് കുന്നംകുളം SHO ഷാജഹാൻ SHO ആയിരുന്ന കാലഘട്ടത്തിലാണ് ശുചിത്വത്തിന്റെ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇതിന് മുഖ്യ സൂത്രധാരൻ കുന്നംകുളം ശുചിത്വത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ മുഖ്യ സൂത്രധാരൻ ഷാജഹാൻ ആണെന്നൊരു വിമർശനവും ആ ഒരു വൈരാഗ്യം
SHO തീർക്കുകയാണ് എന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണവും അങ്ങനെയാണ്. എന്തായാലും ഇത് വലിയ ഒരു വിമർശനത്തിനാണ് വീണ്ടും പോലീസിന്റെ ചെയ്തികളെ ഒട്ടും മാന്യതയില്ലാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ള വലിയ വിമർശനമാണ് പോലീസ് നേരിടുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ കോടതി തന്നെ ഈ കാര്യത്തിൽ തീർച്ചയായും പോലീസിനെ ആരാണ്, പ്രത്യേകിച്ചും തൃശ്ശൂരിലെ പോലീസുകാരെ ആരാണ് ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടതെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരാം. നമുക്കറിയാം, സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ, അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ്, കസ്റ്റഡിയിൽ നേരിട്ട് അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ പോലീസ് തന്നെ സമാനമായ രീതിയിലുള്ള മറ്റൊരു വിചിത്രമായ നടപടിയുമായി, അസാധാരണമായ നടപടിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, ഈ സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. തൃശ്ശൂരിലും അതോടൊപ്പം തന്നെ ഈ SHO ഷാജഹാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്കുമൊക്കെ വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തുന്നു. എന്താണ് KSUവിൻ്റെ നീക്കങ്ങൾ? വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണോ? മാത്രമല്ല, ഇത് പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുന്ന രീതിയിൽ, അതല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി നൽകാം, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. എന്താണ് KSUവിൻ്റെ തീരുമാനം? അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് KSU തയ്യാറെടുക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതും വലിയ പ്രതിഷേധമാണ്. പ്രമുഖ നേതാക്കൾ തന്നെ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി തരുന്നുണ്ട്. KSU അവർ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്, തീവ്രവാദികളെ കൊണ്ടുവരുന്നത് പോലെ എന്തിനാണ് അവരെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇതിന് വിശദീകരണം നൽകാൻ SHOയോട് കോടതി ആവശ്യപ്പെട്ടു. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിക്കും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം, ഇവര് തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്താത്തത് കൊണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മുഖംമൂടിയിട്ട് കൊണ്ടുവന്നത് എന്നാണ്. തിരിച്ചറിയൽ പരേഡ് നടത്താത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പരാതിയിൽ അല്ലെങ്കിൽ FIRൽ പറഞ്ഞിട്ടുള്ള 3 പേരെ തന്നെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്? അതേ പേരിലുള്ള അല്ലെങ്കിൽ അതേ ആളുകളെ തന്നെയാണല്ലോ ഹാജരാക്കിയിട്ടുള്ളതെന്നും കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യമാണെന്ന് SHO വ്യക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഉത്തരവ്, ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് SHOയുടെ തന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കോടതിയിൽ ഈ 3 വിദ്യാർത്ഥികളെ ഹാജരാക്കേണ്ടത്? അതായത് തീവ്രവാദികളെ പോലെ മുഖംമൂടി മറച്ച് കൈവിലങ്ങ് അണിയിച്ച് ഇവരെ കൊണ്ടുവരേണ്ടുന്ന സാഹചര്യം എന്താണ് എന്ന് SHO വ്യക്തമാക്കണം, പോലീസ് വ്യക്തമാക്കണമെന്ന് തന്നെ കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനമൊട്ടാകെ KSU ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. KSUവിന്റെ പ്രതിഷേധങ്ങൾ നടന്നു വരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ചകളെ, പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ചും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് വലിയ വിമർശനത്തിനാണ് ഇരയാകുന്നത്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്നാണ് VD സതീശനാകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ എല്ലാവരും പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പോലീസിനെ ഇത്തരത്തിൽ ഇങ്ങനെ അധികാരം നൽകി അഴിച്ചുവിട്ടിരിക്കുന്നത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായും. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ ഈ രീതിയിലുള്ള തുടർച്ചയായുള്ള ആക്ഷേപങ്ങൾ ആഭ്യന്തര വകുപ്പിന് മേൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും, അതിനപ്പുറം സാധാരണഗതിയിൽ നടപടികൾ ഉണ്ടാകാറില്ല. 6 മാസം കഴിയുമ്പോൾ തിരികെ സർവീസിൽ പ്രവേശിക്കും. പക്ഷേ ഇങ്ങനെ പോലീസുകാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയവും ഇതുതന്നെയാണ്. ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർക്ക് പോലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവഹേളനങ്ങൾ നേരിടുന്നു, മർദ്ദനമേൽക്കേണ്ടി വരുന്ന സാഹചര്യം, കള്ളക്കേസിൽ കൊടുക്കുന്ന സാഹചര്യങ്ങൾ. ഇവിടെ നമുക്കറിയാം, തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പോലും പല ആക്ഷേപങ്ങളും ഉയർന്നു വന്നതാണ്. പക്ഷെ അവിടെയൊക്കെ പോലീസ് ഉന്നതർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അവരെ സംരക്ഷിക്കുന്നുണ്ട്. അതുതന്നെയല്ലേ ആജ്ഞ? യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് എന്തൊക്കെ വൃത്തികേട് കാട്ടിയാലും, ഇതുപോലുള്ള അതിക്രമങ്ങൾ കാട്ടിയാലും തങ്ങളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ പോലീസ് ഉന്നതരുണ്ടെന്ന ആ ഒരു ആത്മവിശ്വാസമല്ല ഇങ്ങനെ അഴിഞ്ഞാടാൻ ഈ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം
യൂത്ത് കോൺഗ്രസ് ഈ കുന്നംകുളം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ 2 വർഷത്തിന് ശേഷമുള്ള നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് വിവരാവകാശം വഴി അദ്ദേഹം അതിന്റെ CCTV ദൃശ്യങ്ങൾ നേടിയെടുത്തത്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ CCTV വേണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശവും പലയിടത്തും അനുസരിച്ച് കാണുന്നില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ തൃശ്ശൂരിൽ തന്നെ ഇത്തരത്തിൽ പോലീസുകാർ വീണ്ടും ഈ കോൺഗ്രസ് പ്രത്യേകിച്ചും KSU പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലൊരു പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരം മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നത് അങ്ങേയറ്റം വിമർശനാത്മകമായ ഒരു സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പോലീസ് ഇത്തരത്തിൽ വലിയ അതായത് ഒരു തരത്തിലുള്ള നീതിയും അർഹിക്കാത്ത തരത്തിൽ നീതി കാത്തു സൂക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടാത്തത് എന്നുള്ള ഒരു കാര്യവും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അങ്ങേയറ്റം വലിയ അതായത് വിമർശനാത്മകമായ മൗനമാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നത്? ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് VD സതീശനും രമേശ് ചെന്നിത്തലയും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറയുന്നതനുസരിച്ചിട്ട് കുന്നംകുളം വിഷയത്തിലുണ്ടായ പോലീസിന്റെ വൈരാഗ്യം തന്നെയാണ് KSU പ്രവർത്തകരോട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ചും അവരെ കൈവിലങ്ങണിയിച്ചും തീവ്രവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാൽ പോലും KSU പ്രവർത്തകരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് അവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ജില്ലാ പോലീസ് മേധാവിയോടും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്കും ഇതിൻ്റെ വിശദ വിവരങ്ങൾ നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ വിമർശനമാണ് ഈ SHO ഷാജഹാൻ കോടതി. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പോലീസിന്റെ മറ്റൊരു നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് നമ്മൾ കണ്ടത്, ചർച്ച ചെയ്തത്. ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളെ ഈ രീതിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടോ? തീവ്രവാദികളെ കൊണ്ടുപോകുന്ന രീതിയിൽ കടുത്ത മുഖംമൂടി അണിഞ്ഞ് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ആ വിശദീകരണം തൃപ്തികരമല്ല. കാരണം അവിടെ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ട സാഹചര്യമില്ല. പ്രതികളുടെ പേര് FIR-ൽ എഴുതി ചേർത്തിട്ടുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന നടപടി? നിർദ്ദയം പോലീസ് തല്ലിച്ചതച്ചതിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലായ കൊട്ടാരക്കര സ്വദേശിയായ യുവാവ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. പള്ളിക്കൽ സ്വദേശി ഹരീഷിനാണ് 2024 സെപ്റ്റംബറിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. അന്നത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഹരീഷ് അപേക്ഷ നൽകിയിട്ടുണ്ട്. രോഗബാധിതയായ കുഞ്ഞുമായി ഹരീഷ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവത്തിന്റെ തുടക്കം. റോഡിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനുമായി ആദ്യം തർക്കമുണ്ടായി. പിന്നീട് ആ തർക്കം പരിഹരിക്കപ്പെട്ടുവെന്ന് കരുതി ഹരീഷ് കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം ജോലിയിലും പ്രവേശിച്ചു. അന്ന് വൈകിട്ട് ഹരീഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊട്ടാരക്കര പോലീസ് ഒരു സ്വകാര്യ വാഹനത്തിലെത്തിയാണ് ആ യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നാലെ പല സ്ഥലങ്ങളിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു. സ്റ്റേഷനിലെത്തിച്ച ഹരീഷിന്റെ കാലിൽ ലാത്തി കൊണ്ട് പൊതിരെ തല്ലി. കഴിഞ്ഞ 1 വർഷത്തിലധികമായി, അതായത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ ശേഷം കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് ഈ ചെറുപ്പക്കാരൻ. അന്ന് സംഭവിച്ചപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 4-ാം തീയതിയാണ്. വൈകിട്ട് 5:05 ഞങ്ങൾ കുഞ്ഞിനോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരാൾ വന്നു. അല്ലെങ്കിൽ ഒരു ആൾട്ടക്കാറില്ല, ഞാൻ എൻ്റെ ആയിട്ട് കണ്ടില്ല. അവിടെ സൈഡില്ല വണ്ടിക്ക് വഴി കൊടുക്കാൻ. ഞാൻ പറഞ്ഞാൽ അയാൾക്ക് ഇച്ചിരി പുറകോട്ട് മാറ്റിയാൽ മതി. ആ സൈഡ് ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ അയാൾ എടുത്തവരെ ചാടി കണ്ടെന്ന് വെച്ചു. ഇവിടെ എവിടുന്ന് ബുക്ക് ചെയ്താണ് എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞു ഇവിടെ അതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡറിൽ പിടിച്ചു. നീ ചോദിച്ചാൽ ചോദിച്ചിട്ട് എന്നാൽ ഞാൻ ടെൻഷൻ ഇരിക്കാം. എൻ്റെ കുഞ്ഞിന് സുഖം ടെൻഷൻ ഇരിക്കാം. ഷോൾഡർ പിടിച്ച് തെള്ളുകളില്ലേ അല്ലേ. ഇപ്പം എൻ്റെ 2 സെൻറ്റ് കൊണ്ട് അയാൾ ഇവിടെ നിന്ന് മുറിഞ്ഞു. അത്രയും സംഭവിച്ചുള്ളൂ അവിടെ. ഞാൻ അറിഞ്ഞില്ല അയാൾ പോലീസാണ്. അതിനെ അയാൾ മാറ്റി തന്നു. ഞാനങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഒരു 7 മണിയായപ്പോഴാണ് എനിക്ക് കോള് വരുന്നത് സ്റ്റേഷനിൽ നിന്ന്. ഹരീഷ് നീ എവിടെ നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് ട്രിപ്പ് കൊണ്ട് നിൽക്കുക. നീ ഇവിടെ സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞു. നാളെ രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഇന്ന് പൊക്കുമെന്ന് ഒരു വാക്ക് പറഞ്ഞു. രാത്രി ആകുമ്പോൾ എൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എടുത്ത് എന്നെ പൊക്കി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇവരുണ്ടായിരുന്നു.
ഞാൻ അവിടെ ചെല്ലുന്ന നമുക്ക് അറിയാമായിരുന്നു, എൻ്റെ ടവർ ഓണായിരുന്നു. എന്നിട്ട് ഒരു ഫൈബറിന് കൊടുത്തു, അങ്ങനെ അവരെന്നെ പിടിക്കുന്നു. പിടിച്ച് ചുമന്ന കാർ ഇട്ടുകൊണ്ട് പോയി കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇടിച്ച് ഇങ്ങ് തലയും കയറ്റി. എന്നിട്ട് മാതിരി ഇടിയോളാണ് 3-3.5 മണിക്കൂർ നമ്മൾ പള്ളിക്കൽ പോറ്റൂർ. അപ്പോൾ ആ മൊത്തമായിട്ട് കറക്കിയിട്ട് 10 മണിക്ക് സ്റ്റേഷനിൽ കൊടുത്തില്ല, 10-10 സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അവിടെ ചെന്നിട്ട് കാലിൻ്റെ വെള്ളം തന്നെ അടി. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇതൊരു പോലീസുകാർ ചെയ്യുന്ന രീതിയിലല്ല, ഗുണ്ടാ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ പെരുമാറുന്ന രീതിയിലാണ് ഈ ഹരീഷിനോട് ക്രിമിനൽ പോലീസുകാർ, ഇടിയൻ പോലീസുകാർ പെരുമാറിയത്. കഴിഞ്ഞ വർഷം, അതായത് 2024 സെപ്റ്റംബറിൽ ഈ ചെറുപ്പക്കാരൻ നേരിട്ട ക്രൂരത, അതിനുശേഷം 1 വർഷത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ സംഭവത്തിനെതിരെ ഉന്നത പോലീസ് അധികാരികൾക്ക് ഹരീഷ് പരാതി നൽകിയിരുന്നോ? എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 1 വർഷം ആകുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. നിലവിൽ ഹരീഷ് ഇപ്പോഴും നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. ഹരീഷിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അടിക്കടിക്ക് അയാൾ ആശുപത്രിയിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നട്ടലിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിൻ്റെ വെള്ളയ്ക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സമയങ്ങളിലും അയാൾക്ക് ഓർമ്മക്കുറവുകൾ സംഭവിക്കുന്നതായിട്ടാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1 വർഷമാകുന്നു. കഴിഞ്ഞ 2024 സെപ്റ്റംബറിലാണ് ഈ ഒരു അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാകുന്നത്. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും മഫ്തിയിലെത്തിയ പോലീസ് സ്വകാര്യ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. അതായത് വാഹനത്തിൽ കുനിച്ച് നിർത്തി, കുനിച്ചിങ്ങനെ ഇരുത്തിയിട്ട് മുതുകത്ത് മർദ്ദിക്കുകയായിരുന്നു. കിലോമീറ്ററുകളോളം വാഹനം ഓടിച്ചു പോയെങ്കിലും ഈ മർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു രാത്രി 10 മണിയോട് കൂടിയാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇയാളെ എത്തിക്കുന്നത്. തുടർന്ന് ഒരു ഡെസ്കിൻ്റെ മുകളിൽ കിടത്തുകയും കൈകാലുകൾ ബന്ധിച്ചതിന് ശേഷം അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിക്കുന്ന തരത്തിൽ എത്തി. അതുപോലെ തന്നെ ഇയാളുടെ കണ്ണുകൾ അടിച്ചു പൊട്ടിച്ചു. കണ്ണെല്ലാം നല്ല രക്തത്തിൽ കലർന്ന ഒരു കളറിലായിരുന്നു. കാരണം ഇത്രയും അവശനായ രീതിയിലാണ് ഇയാളെ അവിടെ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റിന് ഹരീഷിനെ കണ്ടപ്പോൾ തന്നെ ബോധ്യമായി. മജിസ്ട്രേറ്റിന് കൃത്യമായിട്ടുള്ള ഒരു ലോക്കപ്പ് മർദ്ദനം ഇയാൾക്ക് ഏറ്റതായിട്ട് ബോധ്യമായതുകൊണ്ടാണ് ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് അയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അയാൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഈ സംഭവം തന്നെ അന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു. നമ്മൾ ന്യൂസ് 18 അടക്കം ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തുടർന്നുള്ള ഇയാൾക്ക് ജോലി ചെയ്യാൻ സാധ്യമാവുന്നില്ല. വീണ്ടും ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടത്തിലേക്ക് പോകുന്നു. വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനായിട്ട് ഇയാളിപ്പോൾ നിയമവിദഗ്ധരുമായി സംസാരിച്ചതിനുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഉന്നത പോലീസ് അധികാരികൾക്കെല്ലാം തന്നെ പരാതി നൽകിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യെസ്, അങ്ങനെ പരാതി നൽകി. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഈ യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പ്രത്യേകിച്ച് ഇത്തരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ദൃശ്യങ്ങൾ കിട്ടുമോ? ആ ദൃശ്യങ്ങളവിടെ ഒന്നും തേച്ച് മായ്ച്ച് കളയാൻ, തെളിവുകൾ മായ്ക്കാനുള്ള അതിവൈദ്യത്തിലൊക്കെ പോലീസുകാർക്കുള്ളതാണ്. ഈ ഹരീഷിന് മറ്റേതെങ്കിലും പിന്തുണയുണ്ടോ? രാഷ്ട്രീയ നേതാക്കളുടെ മറ്റോ പിന്തുണയുണ്ടോ? അതോ തനിച്ചാണോ ഹരീഷ് നിയമ പോരാട്ടം നടത്തുന്നത്? ടോം, നാട്ടുകാരുടെ വലിയൊരു പിന്തുണയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ ഹരീഷിന് പിന്തുണയായി എത്തിയ ഒരു സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും നിയമപോരാട്ടത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവം ഇത് വലിയ രീതിയിൽ വാർത്തയായി മാറി, അല്ലെങ്കിൽ ഇത് വലിയൊരു വിമർശനത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതിൽ കുറ്റാരോപിതരായ പോലീസുകാരെ സ്ഥലം മാറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതായത് ഇതിൽ കൊട്ടാരക്കര സ്റ്റേഷനിൽ SI ആയിരുന്ന പ്രദീപ് എന്ന ആളെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുകയും തുടർന്ന് അയാളെ
കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ SI ആയിട്ട് നിയമിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ 2 ദിവസം മുൻപ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയുണ്ട്. ഒരു സൈനികനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ലോക്കമർദ്ദനവുമായി ബന്ധപ്പെട്ട് ഒരു മാതാവ് പരാതി നൽകി. ആ മാതാവ് നിയമപോരാട്ടത്തിലേക്ക് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഇതിലും കുറ്റാരോപിതനായ SI ആണ് ഈ പ്രദീപ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കുറ്റക്കാർക്കെതിരെ കർശനമായൊരു നടപടി സ്വീകരിക്കണം, തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ഒരു വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രദീപിൻ്റെ പരാതിയും കൃത്യമായി പറയുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു ഗൗരവമായ മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ മർദ്ദനത്തിന് ഇരയായതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പ്രദീപിൻ്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കാത്തുനിന്നിരുന്നു. പ്രദീപിൻ്റെ ഭാര്യയോട് പറഞ്ഞു 90 ദിവസം മാത്രമേ ഇനി ഈ ഹരീഷ് ജീവിക്കുകയുള്ളൂ, കൊണ്ടുപോയിക്കോ എന്നൊക്കെ തരത്തിലുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ നൽകിയ പരാതിയിലും അത്തരത്തിലുള്ള മൊഴികൾ കാണാൻ ഇടയായിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഒരു യുവാവിൻ്റെ ജീവിത പ്രശ്നമാണ്. അയാൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ. കാരണം ഇങ്ങനെ പോലീസുകാരെ അഴിഞ്ഞാടാൻ വിടുമ്പോൾ ഇവിടെ സാധാരണക്കാർ അത്രയധികം ഭയത്തോടു കൂടിയാണ് ഈ കാക്കിയിട്ടവരെ കാണുന്നത്. കാരണം അത്രയധികം ചൂഷണങ്ങൾ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുന്നു. ഈ ഹരീഷ് എന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. ശബ്ദരേഖ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടിക്ക് സാധ്യത. വിശദീകരണം നൽകാൻ പാർട്ടി 3 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടായേക്കും. വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ട AC മൊയ്തീൻ പ്രതികരിച്ചു. അതേസമയം വിഷയം CPM-നെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ട് ഈ പാർട്ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണത്തിന് ഒരു പരിഹാരമാകില്ലല്ലോ. കാരണം പല പ്രമുഖ നേതാക്കളെ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കളെയും ഒരു മോശക്കാരാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ അഴിമതിക്കാരാണ്, പണം കൈപ്പറ്റുന്നതാണ് എന്ന രീതിയിലാണ് ഒരു ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. ആ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ ഒരു അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ടോമ്, CPM-ന്റെ തന്നെ മുഖച്ഛായ പ്രതിച്ഛായ തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തൃശ്ശൂരിൻ്റെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലും ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ വളരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടിക്ക് അതിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 3 ദിവസത്തിനകം തന്നെ വിശദീകരണം നൽകാനെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തു വന്നാലും അതിൽ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ആ നടപടി കൊണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ തണുപ്പിക്കാൻ കഴിയും, അത് ഇല്ലാതാക്കാൻ കഴിയുമെന്ന കാര്യം സംശയമാണ്. കാരണം ഇത് ഉയർന്നു വന്നിരിക്കുന്നത് പാർട്ടിയുടെ തന്നെ യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ ഭാരവാഹിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ശബ്ദ സന്ദേശം വന്നിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് അകത്ത്, ഈ യുവജന വിഭാഗത്തിന് ഡിവൈഎഫ്ഐക്ക് അകത്തെയുള്ള പ്രശ്നങ്ങളാണിത്, ഇങ്ങനെയൊരു ഓഡിയോ സന്ദേശം എന്നെല്ലാം പറയുമ്പോൾ പോലും ഈ ഒരു ശബ്ദം, ഈ ഒരു സംഭാഷണം എല്ലാം തന്നെ ഇതിനകത്ത് നടക്കുന്ന ചർച്ചകൾ തന്നെയാണെന്ന് അത് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ചർച്ചകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. പാർട്ടിയുടെ തന്നെ സമുന്നതരായ നേതാക്കളെക്കുറിച്ച് തന്നെയുള്ള താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളുമെല്ലാമായിട്ട് ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്നത്. അവർ പറയുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളാണ് ഈ പരാമർശിച്ചു പോകുന്നത്. ഇവർ പറയുന്ന രീതിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് പണമുണ്ടാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ നേതാക്കൾ മാറി പല കാര്യങ്ങളും ചെയ്തിട്ടാണ്. അത് പലതും പുറത്തു പറയാൻ പറ്റാത്തതാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിൽ ചിലത് മാത്രമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അതെല്ലാം തന്നെയാണ് ഈ ഒരു സംഭാഷണത്തിന് അടിസ്ഥാനമായി വരുന്നതെന്നുമാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഇത് പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനെ മറുപടി പറയാതിരിക്കാൻ CPM-ന് കഴിയില്ല. ഇത് മറുപടി പറഞ്ഞു തീരും. ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ
ഇത് ഒരു രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യം പോലും ഇവിടെ നടന്നിട്ടില്ല എന്നതെല്ലാം തന്നെ പറഞ്ഞ് പാടുപെട്ട് CPM പ്രതിരോധിക്കുമ്പോൾ പോലും ഇതിനിടയിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ CPM നടത്തുന്ന ഈ ഒരു അന്വേഷണത്തിൻ്റെ രീതിയിൽ നടത്തുന്ന ഒരു വിശദീകരണം എന്നെല്ലാം തന്നെ പറയുന്നത് അത് പേരിന് ഒരു അച്ചടക്ക നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോകാനേ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ അടുത്തൊന്നും തണുക്കാൻ സാധ്യതയില്ല. കാരണം അതിൽ ഈ പറയുന്ന നേതാക്കൾക്കെതിരെ തന്നെയുള്ള പരാമർശങ്ങൾ വിഷയമാണ്. ED അന്വേഷണം നടത്തുന്ന ഒരു കേസിനെ ചൊല്ലിയാണ് ഇതെന്നെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ കരുവന്നൂർ വിഷയമൊന്നും ഇതുവരെയും അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന രീതിയിലുള്ള വിവാദം അല്ല താനും. അപ്പോൾ അതിനിടയിലാണ് ഈ രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങളും പുറത്തു വരുന്നത്. എന്തായാലും പാർട്ടി നടപടികളിലേക്ക് നീങ്ങിയത് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ പാർട്ടി ഒരു മറുപടി പറയേണ്ടതല്ലേ ഡാനി? കാരണം ഇത് സാധാരണ രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരത്തില് ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ ഇത് സ്വന്തം പാർട്ടിയിലെ തന്നെ യുവജന സംഘടനയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, സ്വന്തം പാർട്ടിയിലെ CPMലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതല്ലേ? തീർച്ചയായും മറുപടി പറയേണ്ടതാണ്. കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറുപടി പറഞ്ഞത് തികച്ചും ആരോപണങ്ങൾ മാത്രമാണ്, ഇത് നേരത്തെ നടന്ന വിഷയങ്ങളാണ്, ഇത് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്, അതൊരു ബോധപൂർവമാണിത് എന്നെല്ലാം തന്നെ പറയുമ്പോൾ CPM അവിടെ പ്രതിരോധത്തിലാവുന്നത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു ശബ്ദം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയും ചുറ്റുപാടുമുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അതിന് വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യും. അത് കാരണം കൂടെയുള്ളവർക്ക് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അവരിതെല്ലാം തന്നെ വിളിച്ചു പറയുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM പ്രതിരോധത്തിലാവുന്നത്. ഇത് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്, ഇയാൾ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്നത് ആദ്യം പരിശോധിക്കട്ടെ എന്നാണ് CPM ജില്ലാ നേതൃത്വം പറയുന്നത്. അയാൾ ഇതിനകം തന്നെ ഇത് നിഷേധിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞു, എന്താണ് ഇതിന് കാരണം, എങ്ങനെയുള്ള ഒരു ചർച്ചകൾക്കിടയിലാണ് ഇത് വന്നത്, ഈ ശബ്ദം അയാളുടെ തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായ വിശദീകരണത്തിന് തേടിയിരിക്കുന്നത്. എന്തായാലും അതിൽ ഈ ശരത് പ്രസാദ് എന്ന് പറയുന്ന തൃശ്ശൂർ DYFIയുടെ ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകണം. വരും ദിവസങ്ങളിൽ അതുണ്ടാകും. അത് തൃപ്തികരമല്ലെങ്കിൽ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം അതിനുശേഷം നടപടിയെടുത്ത ശേഷമായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലൊരു വിശദീകരണത്തിലേക്ക് പാർട്ടി നിൽക്കുക. അതിനെ ഏത് രീതിയിലാണ് അത് ഈ ഒരു സംഭാഷണത്തെ വിശദീകരിക്കുക എന്നതാണ് അറിയേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പിലിക്കോട് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിരിക്കുകയാണ് അജ്ഞാതൻ. ഇരുളിന്റെ മറവിൽ വീടിന്റെ വാതിൽ മുട്ടിയും താപ്പ് തുറന്നുവിട്ടും നാട്ടുകാരിൽ ഭീതി സൃഷ്ടിക്കും. പിലിക്കോട് പഞ്ചായത്തിലെ ഏക്കച്ചി, വറകൂട്ടുവയൽ, പടുവളം, കരക്കേരു എന്നിവിടങ്ങളിലാണ് അജ്ഞാതന്റെ പരാക്രമം. ഒരു മാസമായി ഭീതിയോടെയാണ് നാട്ടുകാർ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത്. രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയിലാണ് അജ്ഞാതന്റെ ഉപദ്രവം. ഇത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന സംഘമാണോ ഇതിന് പിന്നിലെന്നും വ്യക്തതയില്ല. KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, ഇത് കുറച്ച് ദിവസങ്ങളായി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല, ഇത് ഒരാളാണോ എന്ന് വ്യക്തമല്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നാട്ടുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് രാത്രി സമയങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം കൊച്ചു കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ, രാത്രി സമയമായാൽ പുറത്തിറങ്ങാൻ ഭയമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അന്വേഷണം നടത്തുന്നുണ്ടോ? രാത്രി സമയങ്ങളിൽ പോലീസിന്റെ പട്രോളിംഗ് ഉണ്ടോ അവിടെ? ടോമെ, പോലീസിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒരുപോലെ വട്ടം കറക്കുകയാണ് ഈ ഒരു അജ്ഞാതൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നാം, പക്ഷേ അങ്ങനെയല്ല. ഇത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു 12 മണിക്കും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്കും ഇടയിലുള്ള സമയത്ത് ഇങ്ങനെ വീടുകളിലെത്തി വീടുകളിലെ ടാപ്പ് തുറന്നുവിടും. അതോടൊപ്പം ഈ വാതിൽ മുട്ടി വീട്ടുകാരെ ഉണർത്തിയതിനു ശേഷം ഇയാൾ ഓടിമറി. ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു അജ്ഞാതന്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CCTV ക്യാമറയിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിചിതനായ അല്ലെങ്കിൽ ആ സ്ഥലവാസിയായ ആരെങ്കിലും ആണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം
ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരാൾ പിടികൂടിയിരുന്നു. പക്ഷെ അതും ഈ പോലീസിന് അത്ര വലിയ ഇതിലൊരു പുരോഗതി, അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്തായാലും നാട്ടുകാരിപ്പോൾ രാത്രി ഉറക്കം ഒഴിച്ച് ഇത്തരത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ ഇയാളെ കണ്ടെത്താനായി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിട്ടുണ്ട് ഈ ഒരു സംഭവം. കാരണം ഇത് ഇപ്പോൾ നാട്ടുകാർ എല്ലാം തന്നെ പോലീസിന് നേരെ തിരിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പോലീസിന് ഇതെല്ലാം നാട്ടുകാരുടെ എല്ലാം കൂടി ചേർന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ചന്ദേര പോലീസ് നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ പിലിക്കോട് പഞ്ചായത്തും പരിസര പ്രദേശങ്ങളുമാണ് ഇയാളുടെ ശല്യം വലിയ തോതിൽ ഇത്തരത്തിൽ ഉള്ളത്. അത് നാട്ടുകാർ തന്നെ അത് പറയുന്നുണ്ട്. നാട്ടുകാർ ആ ഒരു ചില സമയങ്ങളിൽ വളരെ ഭീതിയോടെയാണ് ഇവർ വീടുകളിൽ കഴിയുന്ന അവസ്ഥ വന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമോ എന്ന ഒരു സംശയമൊക്കെ ഇവർക്കുണ്ട്. ഏതായാലും നിലവിൽ ആരെയും ഇയാൾ ഉപദ്രവിച്ചതായി റിപ്പോർട്ടുകളില്ല. ഇയാൾ പ്രധാനമായും ഈ ടാപ്പ് ഇത്തരത്തിൽ തുറന്നുവിടും, ടാങ്കിനെ വെള്ളം പല വീടുകളിലും. എന്തുകൊണ്ടായിരിക്കും അവിടെ എത്തുന്നത്? മോഷണം മറ്റോ നടക്കുന്നുണ്ടോ, അതോ ആളുകളെ വെറുതെ ഭയപ്പെടുത്തുക, അത് മാത്രമായിരിക്കുമോ ഇതിന് പിന്നിൽ? ടോമെ, നമ്മൾ പോലീസുമായി ഈ കാര്യം സംസാരിച്ചിരുന്നു. ഒരു സൈക്കോ തസ്കരനാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇയാളെ പിടികൂടേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇയാളെ തിരിച്ചറിയോ അല്ലെങ്കിൽ ഇയാളെ പിടികൂടുകയോ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഉപദ്രവിക്കുമോ, അതല്ല ഏതെങ്കിലും ആയുധങ്ങളൊക്കെ ഇയാളുടെ കയ്യിലുണ്ടോ, അത്തരം ഘട്ടങ്ങളിൽ ഏത് രീതിയിലായിരിക്കും. കാരണം 12 മണി 3 മണി എന്നൊക്കെ പറയുന്ന സമയമാണ്. ആ സമയത്ത് ഇയാൾ തിരിച്ചാക്രമിക്കുമോ, ഇയാളെ പിടികൂടുമ്പോൾ എന്നൊക്കെ ഭയം നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സംഘമായി തിരിഞ്ഞ് നാട്ടുകാർ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഇയാളെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ടോമി, നമുക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ആ കേസിൽ 2 മാസത്തോളം ഈ വീടുകളിലുള്ള സ്ത്രീകളുടെ അലക്കിയിട്ട ഈ അടിവസ്ത്രം, അത്തരം അടിവസ്ത്രം മോഷ്ടിക്കുന്ന ഒരു ആളായിരുന്നു അത്തരത്തിലുണ്ടായിരുന്നത്. അത് വലിയ തോതിൽ 2 മാസത്തോളം പോലീസിനെ വട്ടം കറക്കി, നാട്ടുകാരെ വട്ടം കറക്കി. ഒടുവിൽ ഇയാൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വളരെ ദൂരത്ത് നിന്നുള്ള മറ്റൊരു പഞ്ചായത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു അതിൽ പ്രതിയായത്. എന്തായാലും അത്തരം സാധ്യതയാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു സാധ്യത പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളി എന്ന രീതിയിൽ അത്തരത്തിൽ ഏതെങ്കിലും ആളുകളാണോ എന്നൊരു സംശയവുമുണ്ട്. കാരണം ഈ CCTVയിൽ പരിചിതമല്ല ഇയാളുടെ മുഖം ആ സ്ഥലത്ത്, അതായത് പിലിക്കോടും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളല്ല എന്നാണ് പ്രാഥമികമായ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല, അത് ശരിയാണ്. ഇത്തരത്തിൽ വാതിൽ മുട്ടി വിളിച്ച് വീട്ടുകാരോട് ഉണർത്തുക, അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അക്രമം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നൊരു ഭയം ഇല്ലാതില്ല നാട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസും ഇയാൾക്കാണ് ഈ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപാട് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. പല CCTV ദൃശ്യങ്ങളിലും ഇയാളുടെ ദൃശ്യങ്ങൾ പങ്കിട്ടു. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ഇയാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതാരാണെന്ന് വ്യക്തമല്ല. പാൻസും ഷർട്ടും ഇട്ടാണ് ഇയാൾ വരുന്നത്. സാധാരണ ഒരു അഴുകിയ വസ്ത്രങ്ങളോ അങ്ങനെയൊന്നുമല്ല, വളരെ മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ച ഒരാളെയാണ് ഈ CCTVയിൽ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതാരാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടത്തുന്നത്? നേരത്തെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു നാട്ടുകാരന്റെ പ്രതികരണം ഈ വിഷയവുമായി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. കാരണം നാട്ടുകാർ അത്രയധികം ആശങ്കയിലാണ്. ഈ അജ്ഞാതനെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 3 ദിവസം മുമ്പ് ഈ അടുത്തൊരു വീട്ടിലെ CCTVയിൽ കൃത്യമായി ഒരു അജ്ഞാതൻ്റെ ചിത്രം, അവൻ നടന്നു വരുന്നൊരു ഫോട്ടോ CCTVയിൽ പതിയാനിടയായിട്ടുണ്ട്. ഒരു സംശയാസ്പദമായ രീതിയിൽ റോഡിലൂടെ സഞ്ചരിച്ച് പിന്നെ എത്താത്ത തരത്തിൽ മടങ്ങിപ്പോകുന്ന തരത്തിൽ ഒരു സംഭവം. പിന്നെ മുട്ടുന്ന തരത്തിലുള്ള ശബ്ദവും പല ജനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഷോ എല്ലാം കഴിഞ്ഞ് ചെറുപ്പക്കാർ ഒരു 12 മണി 1 മണിക്ക് വരുന്ന സമയത്ത് ഓടിപ്പോകുന്ന സംവിധാനം 1-2 പേര്. ഈ സംഭവങ്ങളിലും നടക്കുന്ന പറഞ്ഞാൽ 12 മണിക്കും 3 മണിക്കും ഇടയിലാണ്. എന്നിട്ട് അത് ചിലപ്പോൾ ഒരു സൈക്കോളജി പറയുന്നത് നമ്മളെ ഉറക്കം നല്ല ഗാഠനിദ്രയിലുണ്ടാകുന്ന സമയം തന്നെ ഒരു 2 മണി 3 മണിക്കിടക്കായിരിക്കുമല്ലേ, 1 മണിക്കും 3 മണിക്കും എടുക്കുക. അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ കള്ളന്മാരെ ഇതെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരിപ്പം കുറച്ചും കൂടി വിജിലൻ്റായിട്ട് എല്ലാവരും ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി. അതുപോലെ തന്നെ രാത്രി ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഓരോരോ പോയിന്റുകളിൽ നിന്നിട്ടും വാച്ചിങ്ങും തുടങ്ങി. പക്ഷേ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും KV ബൈജുവിലേക്ക്. ബൈജു, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴ മണ്ണഞ്ചേരി പ്രദേശത്ത് കുറുവാസങ്ങൾ വീടുകളിൽ ടാപ്പ് തുറന്നു വിടും,
അതല്ലെങ്കിൽ ഇതുപോലെ കഥകിൽ മുട്ടും, ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവരെ ആക്രമിച്ച് കവർച്ച നടത്തുക, അതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഉടൻ തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു, ഭീതി ഒരു പരിധിവരെ ഒഴിഞ്ഞു. അങ്ങനെ ഏതെങ്കിലും കവർച്ചാ സംഘമായിരിക്കുമോ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ കവർച്ചാ സംഘമായിരിക്കുമോ ഇതിന് പിന്നിൽ? കാരണം അവരുടെ ഇതിൻ്റെ ഒരു സ്വഭാവ രീതി പരിശോധിക്കുമ്പോൾ അത്തരം കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? ടോമേ, നാട്ടുകാരിൽ അങ്ങനെ ഒരു സംശയം ഉണ്ട്. കാരണം നേരത്തെ ഇപ്പോൾ ഒരു നാട്ടുകാരൻ പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം, അത് ഒരു കയ്യിൽ ആയുധമൊക്കെ ആയാണ് ഇയാൾ വീടുകളിലെത്തുന്നത്. അതുമാത്രമല്ല, ഈ പ്രൊഫഷണൽ മോഷ്ടാക്കൾ തിരഞ്ഞെടുക്കുന്ന സമയം അത് നേരത്തെ അയാൾ സൂചിപ്പിച്ചത് ശരിയാണ്. 12 മണി മുതൽ 3 മണി വരെ അത് സൈക്കോളജി പ്രകാരം കൃത്യമായ ഗാഢ നിദ്രയിലായിരിക്കും ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ സമയം ആണ് ഈ മോഷ്ടാക്കൾ അധികവും തിരഞ്ഞെടുക്കൽ. ഇതേ സമയത്താണ് ഇയാളുടെ ഈ ഒരു സംഭവം നടക്കുന്നത്. കയ്യിൽ ഒരു മുട്ടി ഒക്കെ ഉണ്ട്. ആ ചുറ്റിക വെച്ച് വാതിലിൽ വളരെ ശബ്ദത്തിൽ അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ഒരു സമയത്ത് 12 മണി 1 മണി സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ വലിയ തോതിൽ ഭയം നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വലിയ ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഈ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം വരെ ഉപയോഗിച്ചാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 1.5 മാസമായി ഇയാളെ പോലീസിനോ നാട്ടുകാർക്കോ ഒന്നും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ എല്ലാ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് ഈ പിലിക്കോട് പഞ്ചായത്തിന്റെ പരിധികളിൽ മാത്രമാണ് ഇയാളിങ്ങനെ ഈ രീതിയിലുള്ള ഈ സംഭവം നടത്തുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതല്ല, ഈ കുർബാ സംഘങ്ങളൊക്കെ നേരത്തെ പലതരത്തിലുള്ള അനുഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ പോലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾ വരുന്നതും ടാപ്പ് തുറന്നു വിടുന്നതും ആളുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ആക്രമിക്കുകയും ചെയ്യുന്നതൊക്കെ സാഹചര്യം. അങ്ങനെ ഒരു ഭയാശങ്ക നാട്ടുകാർക്ക് ഇല്ലാതില്ല. എന്നാൽ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ആരെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കവർച്ച നടത്തുകയോ അത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേസ് അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം CCTV ക്യാമറകൾ പരിശോധിച്ചു, നാട്ടുകാർ സംഘങ്ങൾ രൂപീകരിച്ച് തെരച്ചിൽ നടത്തി, എന്നിട്ടൊന്നും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും മാറി മാറി വീടുകളിൽ ഇയാൾ എത്തുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഇനി ഈ കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ന വീടുകൾ കേന്ദ്രീകരിച്ചൊന്നുമില്ല. ഒരു ദിവസം അത് കാലിക്കടമാണെങ്കിൽ പിറ്റേ ദിവസം പിലിക്കോടിന്റെ ആ ഭാഗങ്ങളിലായിരിക്കും. അങ്ങനെ പല ഭാഗങ്ങളിലായി അവിടെ ശല്യം, ഈ ഒരു ഭീതി ഉയർത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നാട്ടുകാരുടെ ഉറക്കം ഇതിൽ കെടുത്തിയെന്ന് ഇയാൾ കെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം ചെറിയ കുട്ടികളൊക്കെയുള്ള അല്ലെങ്കിൽ വീടുകളിൽ വിദേശത്തൊക്കെ ഉള്ളവരുടെ ഭാര്യമാരൊക്കെ മക്കളും മാത്രം താമസിക്കുന്ന വീടുകൾ, അവരൊക്കെ വലിയ ഭയപ്പാടോടുകൂടിയാണ് കഴിയുന്നത് ഈ പിലിക്കോടും പഞ്ചായത്ത് പരിസര പ്രദേശങ്ങളിലും. ഇയാളെ പിടികൂടണം, ഇതിലൊരു ആശങ്ക മാറ്റണമെന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാലും ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ഉള്ളത്. തീർച്ചയായും, കാരണം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടണം, ഈ അജ്ഞാതനെ കണ്ടെത്തണം. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. നടൻ സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ലത്തീഫും സംഘവുമാണ് കേസ് അന്വേഷിക്കുക. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ നേരത്തെ DGPയെ സമീപിച്ചിരുന്നു. നവമി ദിനേശ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. നവമി, നേരത്തെ ഈ മരട് പോലീസ് സൗബിൻ ഷാഹിറിനെയും ഒപ്പം തന്നെ ഈ കേസിലെ മറ്റു പ്രതികളെയും ചോദ്യം ചെയ്തതാണ്. അന്ന് ഈ കേസ് പണം നൽകി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതി, പക്ഷേ അതുണ്ടായില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം സൗബിൻ ഷാഹിർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് അതും തള്ളിയ സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ, ഈ കേസ് ഈ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്? സൗത്ത് ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 തവണയാണ് സൗബിനെയും ഒപ്പം തന്നെ സഹനിർമ്മാതാക്കളായിട്ടുള്ള മറ്റ് 2 പേരെയും ചോദ്യം ചെയ്യുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തത്. ഇവർ 3 പേർക്ക് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണത്തോട് അവിശ്വാസമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ
പരാതിക്കാരനായിട്ടുള്ള സിറാജ് DGPക്ക് കത്തയച്ചത്. അതിൽ പറയുന്നത് ഇതിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, വളരെ വ്യാപ്തിയുള്ള ഒരു കേസാണ്, പക്ഷേ ഇതിലെ പല രേഖകളും പോലീസ് തന്നെ എടുത്തു മാറ്റുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട രേഖകൾ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് താൻ സമർപ്പിച്ചതടക്കമുള്ള രേഖകൾ ഇപ്പോൾ കാണാനില്ല. ഇതിൽ പോലീസ് ഈ ആരോപണ വിധേയർക്കൊപ്പം നിന്നുകൊണ്ട് ഈ കേസ് നന്നായി തന്നെ പോകുക, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി തനിക്ക് നീതി ലഭിക്കുകയില്ല എന്നൊരു സംശയം ഈ പരാതിക്കാരൻ DGPക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് DGP ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ മേൽനോട്ട ചുമതല കൊച്ചി സിറ്റി DCP വിനോദ് പിള്ളയ്ക്കായിരിക്കും. 7 കോടി രൂപയുടെ തട്ടിപ്പായതിനാൽ ഇതൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ചുമതല ക്രൈംബ്രാഞ്ച് DYSP ആണ് ഇത് അന്വേഷിക്കുന്നത്. ഒപ്പം 2 ACPമാരും ഈ സംഘത്തിലുണ്ടാകും, രാജ്കുമാറും ഈ സംഘത്തിലുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൗബിനെ അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ED അന്വേഷണവും സമാനമായ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഈ സിനിമാ നിർമ്മാണ വേളയിൽ ഈ പരാതിക്കാരനായ സിറാജിൽ നിന്നും 7 കോടി രൂപയാണ് ഈ നിർമ്മാതാക്കളായിട്ടുള്ള സൗബിനും മറ്റ് 2 പേരും വാങ്ങിയത്. അതിന്റെ രേഖകളടക്കം ബാങ്കിലൂടെയും ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖകളടക്കം സിറാജ് പോലീസിന് സമർപ്പിക്കുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ സിറാജിനെ പറ്റിച്ചതായി ലാഭവിഹിതം പോലും ഈ നിർമ്മാതാക്കൾ നൽകിയില്ല എന്ന് കൃത്യമായി കണ്ടെത്തുവാനും കഴിഞ്ഞു. അതുതന്നെയാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പോലീസ് പറയുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അന്വേഷണത്തിനായി ചോദ്യം ചെയ്യലിനായി പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് DGPയെ സമീപിച്ചിരുന്നു, DGPക്ക് പരാതി നൽകിയിരുന്നു. അത്തരമൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാര്യം എന്താണ്? കാരണം അങ്ങനെ ഇയാളെ സ്വാധീനിക്കാൻ, ഈ പരാതിക്കാരനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഇതിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മരട് പോലീസിനെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ഈ സിറാജ് തന്നെ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ ചില നിർണായക വിവരങ്ങൾ, അതും ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിൽ പണം കൈമാറിയതിന്റെ റെസീപ്റ്റുകൾ, മറ്റു ചില നിർണായക തെളിവുകളെല്ലാം തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അത് പിന്നീട് കാണാനില്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചത്. ACP ഈ കേസ് ഫയൽ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ചില ഫയലുകൾ കാണാതെ പോയത് എന്ന ആരോപണം കൂടിയാണ് സിറാജ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരാണ്, ഒരുപാട് സ്വാധീനമുള്ളവരാണ് സൗബിനും മറ്റ് 2 പേരും. ആ രീതിയിലേക്ക് സൗബിന് അത്രയും പിടിപാടുള്ള ഒരു വ്യക്തി ആയതിനാൽ ഈ കേസ് അട്ടിമറിച്ച് തനിക്ക് നീതി ലഭിക്കാത്ത രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം, അങ്ങനെ ഒരു ആരോപണമാണ് സിറാജ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയെ സമീപിക്കുകയും പിന്നീട് നിയമ നടപടി അഭിഭാഷകൻ മുഖേന കോടതിയിലടക്കം ഇത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഈ പരാതിക്കാരൻ കടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് DGP ഇതിലൊരു അന്വേഷണത്തിലേക്ക് പ്രത്യേക സംഘത്തെ നിയോഗിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണ ചുമതല മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മരട് പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഒരു കൈക്കൂലി കേസിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ തനിക്ക് സംശയമുണ്ട്, അവർ തനിക്ക് നീതി തേടിത്തരില്ല, അല്ലെങ്കിൽ തന്റെ പണം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം പരാതിക്കാരനുള്ളത് കൊണ്ടാണ് DGPക്ക് ഈ ഒരു പരാതിയുമായി എത്തുകയും ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി അടക്കം കഴിഞ്ഞ ദിവസം, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സൗബിന്റെ ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് ദുബായിൽ ഒരു സാക്ഷിയുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടൊരു സാക്ഷിയുണ്ട്, അയാളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ സൗബിനെ വിദേശത്തേക്ക് അയക്കരുതെന്ന് പറഞ്ഞു. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് സരോവരത്ത് വെസ്റ്റ് ഹിൽ സ്വദേശി KT വിജിലിന്റെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കേസിലെ 2ാം പ്രതി പിടിയിൽ. കോഴിക്കോട് പെരിങ്ങള സ്വദേശി രഞ്ജിത്തിനെ ആന്ധ്രയിൽ നിന്നാണ് പിടികൂടിയത്. വാഴത്തുരുത്തി സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഇന്നലെ ഈ സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിൽ നിന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിലെ 2ാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ പിടികൂടുന്നത്.
നേരത്തെ ഈ പ്രതികൾ നേരത്തെ പിടിയിലായ രണ്ടുപേരും പറഞ്ഞത് ഇയാൾ ഈ ലഹരി ഉപയോഗിച്ചു, അതായത് ഈ മരിച്ച വിജില് ലഹരി ഉപയോഗത്തെ തുടർന്ന് അയാളുടെ മരണം സംഭവിക്കുന്നു. പിന്നീട് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ മൃതദേഹം കുഴിച്ചു മൂടി, ചതുപ്പിൽ കുഴിച്ചു മൂടി എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. ഈ രഞ്ജിത്തിന്റെ അറസ്റ്റ് കേസിൽ എത്രത്തോളം നിർണായകമാകും? ടോമോ, നേരത്തെ തന്നെ ഈ 3 പ്രതികളെയും പോലീസ് ആദ്യഘട്ടത്തിൽ ഈ വിജിലിനെ കാണാതെ സമയത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഏതാണ്ട് അച്ചടിച്ച പോലുള്ള മൊഴിയാണ് 3 പേരും നൽകിയിരുന്നത്. പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവും പോലീസും ഒക്കെ ഇവരോട് വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും അവരൊരു തരത്തിലും പിടി ലഭിക്കാത്ത വിധം എങ്ങനെയാണ് പോലീസിന് മുന്നിൽ പെരുമാറേണ്ടത് എന്നടക്കം പ്രത്യേകം ഒരു പരിശീലനം ലഭിച്ച പോലെ തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഈ അടുത്ത കാലത്തായാണ് ഈ ഒരുപാട് നാളുകളായി തെളിയാത്ത കേസുകൾ അല്ലെങ്കിൽ ആളുകളെ കാണാതാവുന്ന കേസുകൾ ഈ കൊലക്കേസുകൾ എന്ന രീതിയിൽ തന്നെ പരിഗണിക്കണം എന്ന ഉന്നത നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഓരോ കാണാതായ കേസും പ്രത്യേകമായി പരിഗണിക്കാൻ ഒരുങ്ങിയത്. അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒരേ രീതിയിലുള്ള 3 പേരുടെ മൊഴിയും, അതായത് ഒരു വള്ളിപുള്ളി വ്യത്യാസം പോലും ഇല്ലാത്ത രീതിയിലുള്ള 3 പേരുടെ മൊഴി ശ്രദ്ധയിൽ പെടുകയും ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് തെളിവുകൾ, പ്രത്യേകിച്ചും ഈ ഫോൺ രേഖകളടക്കമുള്ള തെളിവുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോഴാണ് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നിയത്. ഇതേ തുടർന്ന് ഈ 2 പേരെ, പ്രത്യേകിച്ചും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന നിഖിലിനെയും ദീപേഷിനെയും പോലീസ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു. അതിൽ ദീപേഷിന്റെ മൊഴിയും ഈ അടുത്തയാളുടെ മൊഴിയും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ കാണുകയും ബംഗളൂരുവിലെത്തി ദീപേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയുമായിരുന്നു. പിന്നീട് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ 2 പേരും കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ കൃത്യത്തിൽ പങ്കാളിയായ രഞ്ജിത്തിനെ അപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. രഞ്ജിത്ത് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ മൊബൈൽ ഫോൺ രേഖകളും മറ്റുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിരന്തരമായ പരിശോധന പ്രതിക്കായി പോലീസ് നടത്തി വരികയായിരുന്നു. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിൽ രഞ്ജിത്ത് ഉണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് ഉദ്യോഗസ്ഥർ ഖമ്മത്ത് തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. ഇതിനൊടുവിലാണ് ഖമ്മത്ത് വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അവിടെ നിന്നും പോലീസ് സംഘം പ്രതിയുമായി കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. നാളെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും തെളിവ് ശേഖരണത്തിലേക്കുമൊക്കെ കഴിയും. എന്തായാലും 3 പേർക്കും ഒരുപോലെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് മറ്റ് 2 പ്രതികളും മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ ചുമത്തിയ വകുപ്പുകൾ തന്നെ 2ാം പ്രതിക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ ഇന്നലെ സരോവരത്തു നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ പോസ്റ്റ്മോർട്ടം തീർച്ചയായും അനീഷ്, ഏറെ ശ്രമകരമായിരുന്നു പോലീസിന്റെ അന്വേഷണം. കാരണം 6 വർഷത്തോളം തെളിയിക്കപ്പെടാതിരുന്ന കേസ്, ഒടുവിൽ വിജിലിന്റെ അസ്ഥികൂടങ്ങൾ അവിടെ നിന്നും കണ്ടെത്തുന്നു. തലയൊട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റ് ശരീരഭാഗങ്ങൾ, അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പരിശോധനാ ഫലം പുറത്തു വരണം, അത് വിജിലിൻ്റെതാണ് എന്ന് തെളിയണമെങ്കിൽ. ആ പരിശോധനാ ഫലം ഇനിയും കൂടുതൽ കാത്തിരിക്കേണ്ടി വരുമോ? DNA പരിശോധന ഫലം വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് അറിയിക്കുന്നത്. അത് ഈ വിജിലിന്റെ കുടുംബാംഗങ്ങളുടെ സാമ്പിളൊക്കെ ശേഖരിച്ച് പിന്നീട് ഇതുമായി ക്രോസ് മാച്ച് ചെയ്താണ് വിജിലിന്റെ തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നിലവിൽ വിജിലിന്റെ തന്നെ എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ശാസ്ത്രീയമായ പരിശോധനയാണ് ഇനി അനിവാര്യം. കാരണം പ്രതികൾ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു. ഒപ്പം വിജിലിന്റെ ഷൂസ് സ്ഥലത്ത് നിന്നും ലഭിച്ചിരുന്നു, വസ്ത്രഭാഗങ്ങളിൽ ചിലതും ലഭിച്ചിരുന്നു. അത് വീട്ടുകാർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സാങ്കേതികമായ ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് ഇനി അത് അവശേഷിക്കുന്നത്. ഒപ്പം ഈ സ്ഥലത്തു നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമായിരുന്നു. അതിൽ നിന്നും മറ്റു ബാഹ്യ സമ്മർദ്ദങ്ങൾ, അതായത് ഈ ക്ഷതമേൽക്കുന്ന അസ്ഥിക്കോ മറ്റുമൊക്കെ ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പുറത്തുനിന്നുണ്ടായിട്ടില്ല. അതായത് സംഘർഷം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലെ ആണ് ഈ വിജിലിന്റെ മരണം എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 2ാം പ്രതിയെ കൂടി കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 പ്രതികളും നൽകിയതിന് വിരുദ്ധമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ 2ാം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പരസ്പരം ഒരേ രീതിയിലുള്ള മൊഴികൾ നൽകിയിരുന്നു. പിന്നീടാണ് മൊഴികളിലെ വ്യത്യാസവും മൊഴികളിലെ പൊരുത്തക്കേടുമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന നരഹത്യക്ക് അപ്പുറം കൊലക്കുറ്റം ചുമത്തണമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം വൈകാതെ കൈക്കൊണ്ടിരിക്കും. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് സരോവരത്തെ
ചെളിക്കുണ്ടിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ സംഭവത്തിലാണ് രണ്ടാം പ്രതി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.